രാത്രി ലൈവില് ഗബ്രിയും ജാസ്മിനും ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗബ്രി അത്രയും തകർന്ന അവസ്ഥയിലാണ്. ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഗബ്രി അത്രയും വിഷമിച്ചിരിക്കുകയാണ്. ഗബ്രി ഷോ ക്വിറ്റ് ചെയ്യണം എന്നാണ് ഗബ്രിയുടെ ആഗ്രഹം. ഇനി കണ്ടിന്യൂ ചെയ്യാൻ ഗബ്രിക്ക് താല്പര്യം തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഗബ്രി അത്രയും മോശക്കാരനായി ചിത്രീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വീഡിയോകളെല്ലാം പ്ലേ ചെയ്തത് ഗബ്രിയെ ഇല്ലാതാക്കാനാണ് എന്നൊരു തോന്നൽ ഗബ്രിക്ക് വന്നിട്ടുണ്ട്. ഗബ്രി അത് പറയുകയും ചെയ്തു, ഞാൻ തോറ്റുപോയി, ഞാൻ ഇല്ലാണ്ടായി, ഇനി എനിക്കിവിടെ തുടരുന്നതിൽ കാര്യമില്ല, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെയാണ് ഗബ്രി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഗബ്രിയെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഒരുപാട് പറയുന്നുണ്ട്, ഗബ്രി ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് നീ കാണുന്നുണ്ടോ, ഞാൻ സന്തോഷിക്കുന്നത് നീ കാണുന്നുണ്ടോ, ഞാൻ ഇവിടെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ, ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് നടക്കുന്നതെന്ന് നിനക്കറിയില്ലേ, പിന്നെ എന്റെ സങ്കടത്തിന് കാരണം നീയല്ലല്ലോ, എന്റെ ഫാമിലിയും പിന്നെ മറ്റുള്ളവർ പറയുന്നതുമല്ലേ, ഈ വീട്ടിലുള്ളവർ തന്നെയാണ് നമ്മളെ ഇങ്ങനെ ആക്കി തീർത്തത്, ഇവര് പറഞ്ഞാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ. അതിനുശേഷം ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ജാസ്മിൻ ഒന്ന് ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒന്ന് എന്നെ ഹഗ് ചെയ്യടാ എന്ന് പറയുന്നുണ്ട്. അവിടെ ഗബ്രി ഒന്ന് വിട്ടുമാറി ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിച്ചാലും അവിടെ വിടാതെ പിന്തുടരുന്ന പോലെ തോന്നി ജാസ്മിൻ. ഗബ്രിയെ വിടില്ല, അല്ലെങ്കിൽ ഗബ്രി എന്നെ വിട്ടു പോവരുത് എന്ന് നിർബന്ധം പിടിച്ചിരിക്കുന്ന പോലെ തോന്നി ജാസ്മിന്റെ അടുത്ത്. ഗബ്രിയോടെ മാറിയിരിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് ഹഗ് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വം ഗബ്രി ജാസ്മിനെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി അത് ഗബ്രിക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് ഒരു പക്ഷെ തോന്നിപ്പോയി ആ ഒരു സീൻ കണ്ട സമയത്ത്. അല്ലെങ്കിൽ പിന്നെ ഇവര് റിയൽ ആയിട്ട് പ്രണയിക്കണം, അതിന് ഇവർക്ക് രണ്ടുപേർക്കും വയ്യേനും, പ്രണയിക്കാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വയ്യേനും. എന്നാൽ പ്രണയമുണ്ട് എന്ന് രണ്ടുപേരും സമ്മതിക്കുകയും ചെയ്യുന്നു, എന്നാൽ ഇവർക്ക് പ്രണയിക്കാനും കല്യാണം കഴിക്കാനും പറ്റില്ലേനും. പുറത്തൊരു റിലേഷൻഷിപ്പിലാണ് എന്ന് ജാസ്മിൻ പറയുന്നു. അങ്ങനെ പുറത്തൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ജാസ്മിന് മറ്റൊരാളെ പ്രണയിക്കാനായിട്ട് കഴിയുന്നത്? ഇനി ഇവിടെ പ്രണയിക്കാൻ തോന്നി അല്ലെങ്കിൽ പ്രണയിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരാളെ ഇപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രണയം തോന്നുന്നു, ഞാൻ നിന്നെ പ്രണയിക്കുകയാണ്, എനിക്ക് പുറത്ത് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു, പക്ഷേ എനിക്ക് നിന്നോട് പ്രണയം തോന്നുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പ്രണയിക്കാൻ തയ്യാറാകണം. ഇതിനൊന്നിനും രണ്ടുപേർക്കും വയ്യ, രണ്ടുപേർക്കും മറ്റുള്ളവരാണ് ഇവരെങ്ങനെ ആക്കി തീർത്തത് എന്നുള്ള തരത്തിൽ രണ്ടുപേരും സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗബ്രിക്ക് ഒന്ന് അകലണം എന്നൊന്ന് വിചാരിക്കുന്നുണ്ടെന്നോ തോന്നി. സ്വന്തം വീട്ടുകാർ പോലും പറഞ്ഞു ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കണം ഗബ്രിക്ക് ഇനി ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഗബ്രി. അതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് പോകണം, കിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞ് ജാസ്മിനായിട്ട് വേർപെട്ട് നിന്ന് കളിക്കാൻ ഗബ്രിയെ കൊണ്ട് പറ്റില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഗബ്രി അങ്ങനെ പറയുന്നത്. എന്തായാലും ഇവർക്ക് പ്രണയിക്കണമെന്നുമുണ്ട്, എന്നാൽ പ്രണയിക്കുകയും വേണ്ട, എന്നാൽ ഈ ഷോയില് ഇവർക്ക് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകണം, മറ്റുള്ളവർ ഇവരെ കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ലാലേട്ടൻ ഗബ്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥം എനിക്ക് തോന്നിയില്ല. ആ വീഡിയോ മുഴുവൻ പ്ലേ ചെയ്തപ്പോൾ അവിടെ ഗബ്രി മാത്രമാണ് കുറ്റക്കാരനായി തീർന്നത്. ഒരു കൈ കൊണ്ട് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ശബ്ദം വരില്ലല്ലോ, രണ്ട് കൈയും കൂടി കൂട്ടിയടിച്ചാൽ തന്നെയല്ലേ ശബ്ദം വരുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗബ്രി മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത്? അത് ഗബ്രിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് അവിടെ ജാസ്മിനാണ്. ഗബ്രി അതൊക്കെ പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ജാസ്മിനാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിൻ അവിടെ ഗബ്രിയെ എതിർക്കണം. ഒരിക്കൽ പോലും ഗബ്രിയെ എതിർത്തുകൊണ്ട് ജാസ്മിൻ അവിടെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഐ ലവ് യു ജാസ്മിൻ എന്ന് പറയുമ്പോൾ ഐ ലവ് യു ടു എന്നാണ് അവിടെ ജാസ്മിൻ തിരിച്ചു പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ജാസ്മിൻ നല്ല പിള്ളയും ഗബ്രി മോശക്കാരനുമാവുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ ലാലേട്ടൻ ജാസ്മിനെ കുറച്ചും, ലാലേട്ടൻ അല്ല ബിഗ് ബോസ് ടീം ജാസ്മിനെ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ജാസ്മിനെ സംരക്ഷിക്കുന്ന പോലെ തോന്നി, ഗബ്രിയെ വളരെയധികം മോശക്കാരനാക്കുന്നത് പോലെ തോന്നി. ഒന്നല്ലെങ്കിൽ രണ്ടുപേരും തെറ്റുകാർ, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. അവരുടെ പേഴ്സണൽ ചോയ്സ് അവർ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടുപേരും തെറ്റുകാർ, അല്ലാതെ ഒരാളെ മാത്രം അതിൽ സംരക്ഷിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയല്ല. അതുപോലെ തന്നെ ഇവിടെ ഗബ്രിക്ക് ജാസ്മിനിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ പോലും ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ജാസ്മിൻ അങ്ങനെ വിടുമെന്നും എനിക്ക് തോന്നുന്നില്ല.